ചേട്ടാ, രാജകുമാരിയിലെ കല്യാണം 17-നാണ്, മറക്കല്ലേ? 17 പറഞ്ഞേക്കുന്നേ. അതിൽ മാറ്റം ഉണ്ടെങ്കിൽ വിളിക്കാം. ഇന്നത്തെ ബീഫ് എത്ര പോരായിരുന്നല്ലേ ചേ? അതുകൊണ്ടായിരിക്കും പാഴ്സലും കൂടെ എടുത്തതല്ലേ? അതപ്പന് വേണ്ടിട്ടല്ലേ ഇത് പിടിച്ചേ. അതെ, നമുക്ക് ആ ഒമിനി മാറ്റിയിട്ട് കുറച്ചുകൂടെ വലിയ വണ്ടി എടുത്താലോ? ലംബോർഗിനി ആയാലോ? അത് കലക്കാം. എന്നാ ഈ ഹാർലി ഇങ്ങോട്ട് ഇറക്കി നിർത്ത്. കയറിക്കും. വീട്ടിലേക്കല്ലേ? എന്നെങ്കിലും വഴിയിലാവാണ്ട് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. റോഡ് ബ്ലോക്ക് ആണെന്ന് കണ്ടില്ലേ സാറേ? ഇതൊന്ന് അഴിച്ചു തരൂ, കൈവേദനിക്കുന്നു. സാറേ, എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. ഓടിക്കളയോ നീ? ഇല്ല സാർ. ഇറങ്ങാം. പോവാൻ സാറേ. ഓടത്തില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ സാറേ? കണക്കണ്ടല്ലേ? എൻ്റെ ഇല്ലേ? എന്നാ സാറേ. സതീഷേ. സാറേ, ഒരു ചായ കൊടുത്തേ. ഒരു ചായ കൂടെ. ഒരു ചായ കൂടെ. ഇതാ ഇപ്പം എടുക്കാം. വേണ്ട സാർ. കുടിച്ചോ? നിന്റെ കഥയിൽ ഒരാളെ കൊല്ലാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരാളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ സാറേ. അയാളായിരുന്നു നീ പറഞ്ഞ പ്രശ്നം. പേടിപ്പിക്കാതെ. ഇതാരാ? സോളമ? എന്താ മോളുടെ പേര്? ലച്ചുകുട്ടി. ഓ നൈസ്. അമ്മയെ പോലെ ചുന്ദരി കുട്ടിയാണല്ലോ. സാർ ഇവിടെ? ഞാനിപ്പോ എടുത്ത സ്റ്റേഷനിലാ. ചാർജ് എടുത്തിട്ട് 2 ആഴ്ചയായിട്ടോ. ഓ, സീതയ്ക്ക് സുഖമല്ലേ? അന്ന് താനവളെ അടിച്ചോണ്ട് പോയില്ലായിരുന്നെങ്കിൽ എനിക്കുണ്ടാവേണ്ട മോളാ. സീത അന്വേഷിച്ചിട്ട് പറഞ്ഞേക്ക്. ഹെൽമെറ്റ് ഒക്കെ വെച്ച് നടക്കട്ടാ. അവിടെ ഇവിടെ കറങ്ങി നടക്കരുത്. പെരുന്നാൾ കൂടാൻ ബാംഗ്ലൂർ പഠിക്കാൻ വിട്ടതാ. അവിടെ ഇവിടെയും കറങ്ങി നടക്കും. ആഴ്ചയിലേക്ക് പോരും. എന്റെ കാശ് കളയാനായിട്ട്. നാട്ടുകാരെ കഴുത്തിൽ ബ്ലേഡ് വെച്ചുണ്ടാക്കിയ കാശല്ലേ, അതങ്ങ് പോട്ടെ. ശരിയാ, അത് കുറച്ച് ഇങ്ങോട്ടും പോരുന്നുണ്ടോ? ബാൻഡ് സെറ്റ് എവിടുന്ന വെച്ചേ?
തൃശ്ശൂർ നടാ ചോദിക്കുന്ന കാശം കൊടുത്തു അവര് കൊട്ടി തീർക്കട്ടെന്ന്. കമ്പക്കട്ടെ നെന്മാറ ടീംസാ നാട് കുലുങ്ങും. എല്ലാം കൂടെ കുലുങ്ങി താഴെ വീഴൂ. വീഴുന്നെങ്കിൽ അങ്ങ് വീഴട്ടോ. ഇല്ലടി കൊച്ചു കാന്താരി. Good evening, ആ father. ഗുഡ് ഈവനിങ് സോളമ. ഈ തവണത്തെ പാതിര കുർബാനയ്ക്ക് ഇവളാണ് ഒരു കൊച്ചുമാലാക. എന്താ ഒരുങ്ങല്ലേ? ആ ഒരുങ്ങിക്കോട്ടെ അച്ചായി. പിന്നെന്താ? സോളമ 10 ഉണ്ട്, ബാക്കി പെരുന്നാൾ കഴിഞ്ഞിട്ട്. എന്താ എന്നെ വിശ്വാസമില്ലേ? മിശിയാക്കി വരെ പണി കൊടുത്ത ടീംസ് അല്ലേ? ഡാ, സീതമ്മേ. മുഴുവൻ കഴിച്ചില്ലെങ്കിൽ ഇന്നലത്തെ പോലെ ബാക്കി കൊണ്ടുവന്നോ? കഴിച്ചു. അറിഞ്ഞോ മാലാക കുട്ടിയാ. ആ, പെരുന്നാളിനെ മാലാകയായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു. ആണോ? അപ്പൊ ഡ്രസ് എടുക്കണ്ടേ? പിന്നെ എടുക്കും. അച്ചായി ബാർബിയുടെ മാലക ഡ്രസ് കിട്ടുവോ? ബാർബി ഞാനും കൂടി മാലാഖി ആയാലോ എന്ന് ആലോചിക്കാം. അല്ല കടയിൽ പോവാണെങ്കിൽ ആ അത് കറക്റ്റാ. ഇപ്പോഴാകുമ്പോഴേ കാണാൻ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. ആര്? നിന്നെ കെട്ടാൻ വേണ്ടി അണിഞ്ഞൊരുക്കുന്ന പോലീസുകാരനില്ലേ, അയാളിപ്പോ നമ്മുടെ സ്റ്റേഷനിലാ. ആളെന്നെ മറന്നിട്ടില്ലടി. അതുകൊണ്ട് 500 രൂപ പെറ്റി ലാഭിച്ചു. നിന്നെ തിരക്കായിരുന്നു. ദേവാലയത്തിന് കൊടുക്കുന്ന നേർച്ചയാണ് നമ്മുടെ വഴിപാടാണ്, നമ്മുടെ അധ്വാനത്തിന്റെ ഭാഗമാണ് എന്ന് പ്രത്യേകം ചിന്തിക്കണം. പ്രശ്നമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല സാർ. എങ്ങനെയുണ്ട് ക്രൗഡ്? അഡീഷണൽ ബോൾസ് ആണെങ്കിൽ പറഞ്ഞു. ഹലോ. ഇച്ചായും പറഞ്ഞായിരുന്നു. ഓ, മുല്ലക്കൽ അമ്പലത്തിൽ ഉത്സവം കൂടേണ്ട ആള് പള്ളി പെരുന്നാൾ കൂടാൻ വന്നേക്കുവാ അല്ലേ? ഉത്സവവും പെരുന്നാളൊക്കെ മനുഷ്യന്മാർക്ക് കൂടാനുള്ളതല്ലേ? ഇത് മതി അച്ചായി. ഇച്ചായ സാർ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. അന്ന് ചോദിക്കാൻ വിട്ടുപോയി. മാരീഡ് അല്ലേ സാർ? മാരീഡാണ്. ഇപ്പൊ ഡൈവേഴ്സിന് വെക്കില്ല. ഓ, നമ്മൾ ഈ ആഗ്രഹിച്ചത് കിട്ടാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമ്പോഴുള്ള ദാമ്പത്യ പ്രശ്നങ്ങളാ. എന്നാ മാറിക്കോട്ടെ സാറേ. ഓ ആയിക്കോട്ടെ. മോളെ പ്രദർശനത്തിന് ഒരുക്കാനുണ്ട്. പോവാ മോള്. ആ പള്ളിയുടെ അടുത്തുള്ള കുന്നിഞ്ചേരിയില്ലേ, അവിടെ ആളുകൾ എന്തോ കണ്ടതായിട്ടെന്തോ പറയുന്നുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയിച്ചു വന്നാലേ ചെയ്യാം. ആൾക്കാരെല്ലാം അങ്ങോട്ട് മാറ്റി നിർത്തും.
സുജ പ്രസവിച്ചു. പെൺകുട്ടിയാ. ആണോ? ഓപ്പറേഷൻ ഒന്നും വേണ്ടി വന്നില്ലടാ. ഹരിടിയെ കൊടുക്കാം. അതെ ഏട്ടാ, ചെലവ് കൊണ്ട് വന്നാ മതി. ഓക്കേടാ. എടാ അപ്പനേടാ. എന്തോ ഞാൻ പെൺകുട്ടിയാ. ഞാനപ്പ തന്നെ പറഞ്ഞല്ലേ, അതൊക്കെ അവിടെ നടന്നോളും. ഫോട്ടോ സാറിനെ പോലെ തന്നെ ചെലവുണ്ടെന്നാ. പിന്നെ ഡോക്ടർ, നമുക്ക് റിപ്പോർട്ട് കുറച്ച് കഴിഞ്ഞിട്ട് റെഡിയാക്കാം. ദെൻ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ ഞാൻ പോലീസുകാരോട് സംസാരിച്ചോളാം. താങ്ക് യു സർ. കുട്ടിയുടെ മരണകാരണം തലയ്ക്ക് പിന്നിലേറ്റ ശക്തമായ ക്ഷതമാണ്. പിന്നെ അച്ഛോ ഒരു മിനിറ്റ്. അച്ഛാ, ഞാനിപ്പോൾ ഡോക്ടറോട് സംസാരിച്ചായിരുന്നു. കുട്ടിയുടെ മരണകാരണം തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണെന്നാ പറഞ്ഞത്. പിന്നെ കുട്ടി സെക്ച്വലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ചെയ്യണേ, അവനൊന്നും മനുഷ്യനായിരിക്കത്തില്ല അച്ഛോ. ഞങ്ങൾ എത്രയും പെട്ടെന്ന് വേണ്ടത് ചെയ്തോളാം. സർ, ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. ബോഡി റിലീസ് ചെയ്യാം. ആ, പ്രൊസീഡ് ചെയ്തോ. ഓക്കെ സർ.
കേസിൻ്റെ അന്വേഷണം നടക്കുക. പക്ഷേ പ്രതികളിലേക്ക് എത്താനുള്ള വ്യക്തമായ തെളിവുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. സോളമൻ ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. എനിക്ക് വൈഫിൻ്റെ മൊഴിയൊന്നും എടുക്കാൻ പറ്റുമോ? ഇപ്പോൾ വേണ്ട സാർ, അതിന് പറ്റിയൊരവസ്ഥയിലല്ല. അങ്ങനെയാണെങ്കിൽ സാറേ ഞാൻ പിന്നൊന്നും എടുത്താൽ പോരെ? താൻ ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തേച്ച് വന്നാൽ മതി സാർ. താൻ വാ സാർ. വെറുതെ സാർ, ആ കുട്ടി കൊല്ലപ്പെട്ട രാത്രി താൻ എവിടെയാ പോയത്? ഞാൻ വീട്ടിലായിരുന്നു സാറേ. അത് ഞങ്ങൾ അന്വേഷിച്ചു. താൻ അവിടെ ചെന്നിട്ടില്ല. താൻ വണ്ടി നോക്കിക്കേ. ഇറങ്ങാം. സാർ, നിന്റെ മുഖത്തെ ഈ ഭയം ആ കുട്ടി മരിച്ച അന്നോട്ട് ഞാൻ കാണുന്നതാണ്. സാർ എന്തൊക്കെയാ പറയുന്നേ? ഈ നാട്ടിലാർക്കും സോളമനായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, തനിക്കല്ലാതെ. പിന്നെ ഇവിടെയുള്ളവരുടെ മുന്നിൽ താൻ സംശയത്തിന്റെ നിഴലിലുവാ. അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് താൻ ഒരാഴ്ച ലീവിൽ പോകും. പിന്നെ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ തനിക്കെതിരെ എന്തെങ്കിലും തെളിവ് ലഭിച്ച കൂടെ ജോലി ചെയ്യുന്ന ആളാണെന്നുള്ള സെന്റിമെന്റ്സ് ഞാൻ അങ്ങ് മറക്കും. കാരണം കൊല്ലപ്പെട്ടത് ഒരു 6 വയസ്സുകാരി കുട്ടിയാ, അതും ഇത്രയും ബ്രൂട്ടലായിട്ട്. പ്രശ്നക്കാരനൊന്നുമല്ല, ആരെയും വേദനിപ്പിക്കണ ഒന്നും ചെയ്യത്തുമില്ല. ലാസ്റ്റ് കൊച്ചിനെ കണ്ടപ്പോഴാ? ഞാനൊരു 6 മണിക്ക് മുമ്പാ. സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ? അന്വേഷണം വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് മാക്സിമം നോക്കാം. ഹെൽമെറ്റ് ഇല്ലല്ലേ? ദോ അവിടെ പോയി പെറ്റിയടച്ചേക്ക്. സാർ പള്ളി വരെ പോവാ സാറേ. മോനെ, പള്ളിയിൽ പോകാൻ ഹെൽമെറ്റ് വേണ്ടായിരിക്കും, പക്ഷേ വണ്ടി ഓടിക്കാൻ ഹെൽമെറ്റ് വേണം. പോയി പെറ്റിയടക്കി. സാറേ സാർ ഇവിടെ അടുത്തായോണ്ട് സാറേ ഹെൽമെറ്റ് എടുക്കാൻ വിട്ടേക്ക് സാറേ. ലൈസൻസ് എടുത്തേ. വേഗം എടുക്കടാ.
എന്താണത് ആമ്പിളോ? അത് സാറേ ഞങ്ങൾ മെഡിക്കൽ സ്റ്റോൺസാ. പെരുന്നാൾ കൂടാൻ വന്നാ? അതെ സാറേ. സാറേ നമ്മുടെ പോളേണ്ട പയ്യനാ വീട്ടേര് സാറേ. എനിക്കും സംസാരിക്കാനില്ല. എന്താടാ ഒരു ചുറ്റിക്കളി? ഒന്നുണ്ട് സാറേ. നീ എന്താ ചെയ്. ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാലും നിനക്കൊക്കെ എതിരെയുള്ള സകല തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. നീയൊക്കെ പഠിക്കുന്ന ബാംഗ്ലൂർ കോളേജിൽ നിന്നുള്ള റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. അന്ന് എന്താ സംഭവിച്ചത്? സാറേ ഞാൻ ചോദിക്കാം. ഇത് തെളിയിക്കേണ്ടത് എൻ്റെ ആവശ്യമില്ല സാറേ. സെല്ലിലേക്ക് ഉണ്ടോ? ഓക്കെ സാർ. വേണ്ട സാർ. സാറ് പറഞ്ഞ പോലെയല്ല സാറേ, ഞങ്ങളൊന്നും ചെയ്തല്ല സാറേ. ഒന്നും ചെയ്തിട്ടില്ല സാറേ. സാറേ സാറൊന്നും മനസ്സിലാക്കി സാറേ. ഞാനെല്ലാം പറയാ സാറേ, ഞാനെല്ലാം പറയാ സാറേ, പറ്റിപ്പോയി സാറേ. സാറേ എനിക്കല്ലല്ലോ സാറേ. സീതമ്മേ, സീതമ്മേ. Yeah.